ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അറബിക് ജലാബിയ ഡ്രസ്സിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെക്കിന്റെ ആ ഒരു ഭാഗത്തും അതേപോലെ തന്നെ സ്ലീവിലൊക്കെ നന്നായിട്ട് എംബ്രോയിഡറി വർക്ക് വരും കേട്ടോ. ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള വർക്കും ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു മെറ്റീരിയലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നെക്കിലൊക്കെ ഓൾറെഡി ഇതേപോലെ എംബ്രോയിഡറി വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അതിൽ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് മാത്രമേ ഉള്ളൂ കൊടുക്കുന്നത്. പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. ഈ സ്ലീവിന്റെ താഴ്വശത്തും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് രണ്ട് ഫോൾഡ് ആക്കിയിട്ട് മടക്കി കൊടുക്കാം. ആ ഒരു നെക്കിന്റെ ഭാഗം നമ്മൾ കറക്റ്റ് സെന്റർ ആക്കിയിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ താഴ്വശത്ത് ഞാൻ ബാക്കിലേക്കുള്ള പീസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോളും അതേ 7.5 ഇഞ്ചിന് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് 11.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളിന്റെ ആ സെന്ററിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആം ഹോളിന്റെ നേർപകുതി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൽ നിന്ന് ഇതേപോലെ ആ 1 ഇഞ്ചിലൂടെ നമുക്ക് ആ ഒരു 11.5 ഇഞ്ചിലേക്ക് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 14 ഇഞ്ചിൽ ഞാൻ ഇതിന്റെ വേസ്റ്റിന്റെ ആ ഒരു ഭാഗം അടയാളപ്പെടുത്തി എടുക്കുകയാണ്. അവിടെ 11 ഇഞ്ചാണ് നമുക്ക് വിടുത്ത് വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ കൂടി 1.5 ഇഞ്ച് സീം അലവൻസും കൂടി വിട്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് സൈഡിലേക്ക് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതായത് ഏറ്റവും താഴെ വശം വരെ ചെരിച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. ലൈൻ കട്ടായിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ താഴെ വശത്തേക്ക് ആവശ്യമുള്ള നീളം എന്ന് പറയുന്നത് 55 ഇഞ്ചാണ്. അപ്പൊ ഞാൻ അതിൽ കൂടി 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 56.5 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് നെക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാൻ 3 ഇഞ്ച് വിടുത്തും 3 ഇഞ്ച് ഇതിന്റെ ഇറക്കവും അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം 1 ഇഞ്ച് ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ ഇറക്കത്തിന്റെ നേർപകുതി 1.5 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു 2 പോയിന്റ് നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന്റെ താഴ്വശത്ത് ഇതേപോലെ വർക്ക് വരുന്നുണ്ട്. വർക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്തേക്ക് 2 ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ തുണി. അത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അത് താഴ്വശം മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ആ ഒരു 2 ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗം ഇതേപോലെ മടക്കി വെക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് ഈ 2 ഇഞ്ച് വിട്ടിട്ടുള്ള അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇതിന്റെ നീളം അടയാളപ്പെടുത്തുകയാണ്. 18 ഇഞ്ചാണ് സ്ലീവിന്റെ ആകെ ലെങ്ത് വേണ്ടത്. അപ്പൊ അതിൽ കൂടി 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ആ ഒരു വർക്ക് വരുന്ന ആ ഭാഗത്തു നിന്നാണ് കേട്ടോ ഞാൻ നീളം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 18 ഇഞ്ചിൽ ഇതേപോലെ ലൈന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആം ഹോൾ നമ്മൾ 7.5 ആണല്ലോ എടുത്തത്. ആ 7.5ഉം അതിൽ കൂടി 1 ഇഞ്ചും കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു അടയാളം പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇനി അവിടുന്ന് ഈ ഒരു സൈഡിലേക്ക് നമുക്കൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അവിടെ ഒരു പോയിന്റ് വരച്ചു കൊടുക്കാം. ആ പോയിന്റിലേക്ക് നമ്മൾ ഈ മുകളിൽ നിന്ന് ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ വിടുത്തുകൾ എത്രയാണോ വരുന്നത് അതൊക്കെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് അതിൽ കൂടി 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് അടയാളപ്പെടുത്താൻ. ഈ ഒരു ഭാഗത്ത് 6ഉം ഇവിടെ 6.5 ഇവിടെ 7.5 ഇഞ്ച് ഇതാണ് എനിക്ക് ആവശ്യമുള്ള വിടുത്ത്. അപ്പൊ അതിൽ കൂടി 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം ഞാൻ എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ കൂടി ഒരു ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റിച്ച് പോകുന്ന ലൈന്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ടാണ് ഞാനൊരു പേപ്പറിൽ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി താഴെ എംബ്രോയിഡറി വർക്ക് വരുന്ന ആ ഒരു ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിന്റെ സെന്ററിൽ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെയാണ് നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ടിലെ നെക്ക് ഞാൻ കുറച്ച് കയറ്റിയിട്ട് ചെറിയൊരു നെക്ക് ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഫ്രണ്ടിലെ നെക്കിൽ നമ്മൾ ഇതേപോലെ ഒരു ക്രോസ് പീസ് 2 മടക്കാക്കിയിട്ട് വെച്ചിട്ട് അതിന്റെ ആ ഒരു സൈഡിലൂടെ 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ക്രോസ് പീസിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പൊ ഇതേപോലെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. ഇനി അതിന്റെ ആ ഒരു സ്റ്റിച്ചിൽ തട്ടാത്ത വിധം നമുക്ക് ചെറിയ ചെറിയ ഓരോ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇതിലൂടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് മൊത്തത്തിൽ ഇങ്ങനെ ബാക്കിലേക്ക് അങ്ങോട്ട് മറിച്ച് പിടിച്ചിട്ട് നമുക്ക് അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഉള്ളിലേക്ക് നന്നായിട്ട് മറിച്ച് പിടിച്ചിട്ട് അതിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിലെ നെക്കും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് 1/4 ഇഞ്ചിലൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ കട്ടുകൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിലേക്ക് മറിച്ചിട്ട് അതിന്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ബാക്കിലെ നെക്കും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ മുകളിൽ ബാക്ക് നെക്കും ഇതേപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൽ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഇതേപോലെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ സെന്ററിൽ നമ്മളൊരു അടയാളം ഇട്ട് കൊടുത്തിരുന്നല്ലോ, ആ ഒരു അടയാളം അതിന്റെ ഷോൾഡറിന്റെ ആ ഒരു കറക്റ്റ് വരുന്ന ഭാഗത്തേക്ക് വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇപ്പുറത്തെ സൈഡിലും ഈ നല്ല വശം ചേർത്തിട്ട് അതിന്റെ സെന്ററും ഷോൾഡറിന്റെ സെന്ററും കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് സ്ലീവ് ഇതിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ താഴെ വശത്ത് സ്ലീവിന്റെ അറ്റം നമുക്ക് ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു എംബ്രോയിഡറി വർക്ക് നല്ല അറ്റത്ത് വരുന്ന രീതിയിലാക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ല വശം ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് 1.5 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. താഴെ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴെ വശം നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് 1.5 ഇഞ്ച് നമ്മൾ 2 സൈഡിലും സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതും മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വീതിയിലാണ് കേട്ടോ ഇതിന്റെ താഴെവശം തയ്ച്ചെടുക്കുക. ഇപ്പൊ നമ്മുടെ ജലാബിയ ഡ്രസ്സ് ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.